ഇന്ന് വടകര ഭാഷയിലൊരു വ്ളോഗായാലോ. സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇവിടെ പഠിക്കുന്ന 2-3 കമ്പനിക്കാർ പറഞ്ഞ് ഇനി ഇൻ്റെ ഭാഷയിൽ തന്നെ വർത്തമാനം പറഞ്ഞാൽ എല്ലാണ്ട് പറയുമ്പോൾ എന്തോ ഒരാക്കി പറയുന്നല്ലുണ്ട് അത് വേണ്ട. എന്നാൽ പിന്നെ ഞാനും വിചാരിച്ച് എൻ്റെ വടകര ഭാഷയിലൊരു വ്ളോഗ് ഇരിക്കട്ടെ. എല്ലാപ്പോൾ ലീവുള്ളവർ ഇന്ന് ആയം തുണിയെടുക്കുന്ന കിടക്കാൻ വന്ന് നീക്കൂല അതിമ തന്നെ കിടന്നുരുള്ളൂ. അന്നേരം ഇന്ന് ഞാൻ വിചാരിച്ച് ഇതിനെയും കൂട്ടിയിട്ടൊന്ന് ഉക്കടം പോവാൻ. അങ്ങനെ റെഡിയായിട്ട് ഉക്കടം പോകാൻ ബസ് സ്റ്റോപ്പിൽ പോയപ്പോൾ ഉണ്ട് ഒരു ചങ്ങായി ഇതാ പുതപ്പെല്ലാം പോച്ചിട്ട് ഇങ്ങനെ നടന്നു പോകുന്നു. എന്തെന്നാ കേസെന്നൊന്നും തിരിഞ്ഞിക്കില്ലേ. ആൾ കുറേ നേരം ഫ്രീ ബസ് കിട്ടുമോ നോക്കിയിട്ട് അവിടെ കുത്തി നോക്കി, കിട്ടൂല എന്നുണ്ടായാലും നേരെ 96 ബസ് കയറിയിട്ടുണ്ട്. അതിന് തന്നെ പോത്തീസ് പോകാൻ വിചാരിച്ച്. നല്ല ചൂടുണ്ടായിരുന്നു. അന്നേരം കുറച്ച് നേരം AC എല്ലാം കൊണ്ടിട്ട് മെല്ലെ ഇറങ്ങി പോരാൻ വിചാരിച്ച്. അപ്പോൾ ആദ്യം സാരീൻ്റെ സെക്ഷനിൽ പോയി. അവിടുന്ന് കുറച്ച് നേരം തിരിഞ്ഞ് കളിച്ചിട്ട് മെല്ലെ പൂടുന്നുണ്ടായിരുന്നു ചേച്ചി. അവിടുന്ന് അതും നോക്കി നിന്ന് എന്നിട്ട് നേരെ ഫാൻസീൻ്റെ സെക്ഷനിലേക്ക് പോയി. അവിടെ ഒന്നും വാങ്ങാനില്ല, എന്നാലും എന്തെങ്കിലും നോക്കി എന്തെങ്കിലും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാളവിടെ നോക്കി. കിട്ടി, ഒക്കെ നല്ല പാകത്തിനുള്ള വളയും കിട്ടി. അതും ബില്ലാക്കി നടക്കുമ്പോൾ വേണ്ടി കുറേ ആൾക്കാർ ഒരു വരിയിൽ നിൽക്കി നോക്കുമ്പോൾ എന്തോ പായസാറ്റം കൊടുക്കുന്നുണ്ട്. നേരത്തെ എന്തോ പൂജ കഴിക്കുന്ന ഒച്ച കേട്ടിരിക്കുകയാണ്. അന്നേരം ഞാനും അവിടെ പോയി, എനിക്കും കിട്ടി. നല്ല ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അതും കഴിച്ച് പുറത്തിറങ്ങിയാൽ ഒരു കഫേ പോയി. അതിൻ്റെ പുറത്തുള്ള ചില്ലും കൂട്ടുന്നേ ഞാൻ അട കണ്ടിന്. അന്നേരം പിന്നെ ഇവിടെ തന്നെ അങ്കേരാൻ വിചാരിച്ചു. ഞാനൊരു അടയും വാങ്ങി, ശ്രീധ ഒരു ബർഗറും വാങ്ങി. ഈ അട എനിക്ക് ഏടിയാവില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഞാനൊരു ചിക്കൻ പപ്സും കൂടി വാങ്ങി. അതെല്ലാം തിന്ന് ബില്ലടക്കം പോയരാന്ന് അവിടുത്തെ ചങ്ങായി നാദാപുരംകാരനാന്ന് പറഞ്ഞത്. അങ്ങനെ അവിടുന്ന് അതെല്ലാം കഴിഞ്ഞ് നേരെ ഒരു ബസ്സും പിടിച്ച് ഹോസ്റ്റലിലേക്ക്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഇവിടെ കഴിഞ്ഞ്. അപ്പോൾ ഓക്കെ, ബൈ.